തൃശ്ശൂർ പോലുള്ള സ്ഥലത്ത് തൃശ്ശൂരിൻ്റെ എം പി ആയിരിക്കുന്ന സുരേഷ് ഗോപി പ്രധാനമന്ത്രി വിളിച്ചിട്ട് ആണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ, അരിയാഹാരം കഴിക്കുന്ന ആളുകളാണ് ഇത് കേൾക്കുന്നുള്ളൊരു ബോധ്യം വേണം. കേരളത്തിൽ പല തരത്തിൽ പലപ്പോഴായിട്ട് ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങളാണ് കേരളം പോലുള്ള സ്ഥലത്ത് നടക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൃശ്ശൂർ പൂരം കലക്കിയാണല്ലോ സുരേഷ് ഗോപി ഒരിക്കൽ എം പി ആയത്. അപ്പം സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരു ദുഷ്പേരുണ്ട്. BJP ഇപ്പോൾ ഖേദിക്കുന്നുണ്ടാവും. ശരിക്കും ഈ സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു മഹാമണ്ഡനെയാണല്ലോ നമ്മൾ ഇവിടുന്ന് വിജയിപ്പിച്ച് കയറ്റി വിട്ടത് എന്നുള്ളത്. നമസ്കാരം. കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചൊരു ദുരന്തമാണ് ഇന്നലെ തൃശ്ശൂർ സാമ്പിൾ വെടിക്കെട്ട് വെടിപ്പുരയിൽ നടന്നൊരു ദുരന്തം. ഇതുവരെ 13 പേരോളം മരിച്ചിട്ടുണ്ട്. നാടും നഗരവും ജനങ്ങളും രക്ഷാപ്രവർത്തകരും എല്ലാം കൂടി ഒരുമിച്ച് നിന്ന് തന്നെയാണ് അവിടെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നലെ കേന്ദ്ര സഹമന്ത്രിയും തൃശ്ശൂർ MP ആയ സുരേഷ് ഗോപി അവിടെ ചെന്നിരുന്നു. അദ്ദേഹം അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചിട്ട് പിന്നെ പറഞ്ഞത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർബന്ധിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വരുന്നത്, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യങ്ങൾക്ക് മറ്റെവിടെയോ ആയിരുന്നു, അങ്ങനെ സുരേഷ് ഗോപി പറഞ്ഞത്. പക്ഷെ അതങ്ങനെ ഒരു സാഹചര്യത്തിൽ പറയുന്നതിൻ്റെ ഔചിത്യം അല്ലെങ്കിൽ ആ പറഞ്ഞതിൻ്റെ ലോജിക്ക് എങ്ങനെ നോക്കി കാണണേ? ഈ സുരേഷ് ഗോപി ആയതുകൊണ്ട് അദ്ദേഹം ഈ ഒരുപാട് തവണ പലതരത്തിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ എഴുന്നള്ളിച്ചുള്ള ഒരു MP എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ വളരെ സീരിയസ് ആയിട്ട് നല്ല ആളുകൾ കാണുക. പക്ഷേ തൃശ്ശൂർ പോലുള്ള സ്ഥലത്ത് തൃശ്ശൂരിൻ്റെ MP ആയിരിക്കുന്ന സുരേഷ് ഗോപി പ്രധാനമന്ത്രി വിളിച്ചിട്ട് ആണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ, അരിയാഹാരം കഴിക്കുന്ന ആളുകളാണ് ഇത് കേൾക്കുന്നുള്ളൊരു ബോധ്യം വേണം. പ്രധാനമന്ത്രി വിളിച്ചിട്ടല്ലല്ലോ അദ്ദേഹം ഇവിടെ വരേണ്ടത്. അദ്ദേഹം ഈ അപകടം നടന്ന സ്ഥലത്തെ MP ആണ്, ജനപ്രതിനിധിയാണ് എന്നുള്ളൊരു ബോധ്യം അയാൾക്ക് വേണം. ഇതിനു മുന്നേയും ഇതുപോലെയുള്ള നിരവധിയായ ഈ അബദ്ധജടിലങ്ങൾ ചില പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും ആളുകളോട് കയർക്കുകയും ഒക്കെ ചെയ്ത് ഈ സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ തൃശ്ശൂരിന് വലിയ ബാധ്യതയായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ വെടിക്കെട്ട് അപകടം എന്ന് പറയുന്നത് ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം കേരളത്തിൽ പല തരത്തിൽ പലപ്പോഴായിട്ട് ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങളാണ് കേരളം പോലുള്ള സ്ഥലത്ത് നടക്കേണ്ടത്. കാരണം കേരളത്തിൽ ഉത്സവങ്ങൾക്കെല്ലാം വെടിക്കെട്ട് നടത്താറുണ്ട്. ഇതിനു മുന്നേ പുറ്റിങ്ങലിലൊക്കെ വലിയ ദുരന്തങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പുറ്റിങ്ങൽ നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മരടിൽ നടന്നിട്ടുണ്ട്, പല സ്ഥലങ്ങളിലായി നടന്നിട്ടുണ്ട്. ഈ വെടിക്കെട്ട് തന്നെ വേണോ എന്നതിനെ കുറിച്ചിട്ട് കോടതി പലതവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ വെടിക്കെട്ട് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ അനുമതി കൊടുക്കാതിരുന്നിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ജനപ്രതിനിധികളുടെയൊക്കെ സമ്മർദ്ദ ഫലമായിട്ടാണ് പിന്നീട് വെടിക്കെട്ടൊക്കെ നടന്നത്. ഇപ്പം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് നമുക്ക് സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് തന്നെ നടക്കുന്ന വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ്. ഈ ടൂറിസ്റ്റുകളെ വലിയ രീതിയിൽ ആകർഷിക്കുന്ന ഒരു ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടാണ് ഈ വെടിക്കെട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത്. 26-ാം തീയതി നടക്കുന്ന തൃശ്ശൂർ പൂരത്തിനുള്ള ഒരുക്കങ്ങളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും തൃശ്ശൂർ പൂരം കലക്കിയാണല്ലോ സുരേഷ് ഗോപി ഒരിക്കൽ MP ആയത്. അപ്പം സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരു ദുഷ്പേരുണ്ട്. അന്ന് അറിയാം, പൂരം കലക്കുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി വളരെ ബുദ്ധിമുട്ടി. അന്ന് സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. വളരെ ബുദ്ധിമുട്ടിയാണ് അവിടെ വരികയും ആംബുലൻസിലൊക്കെയാണ് പുള്ളി അവിടെ വരികയും ഒക്കെ ചെയ്തത്. അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു പ്രസ്താവനയും അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഇതിൽ വലിയ ആവേശം കൊണ്ട് അതോടെ ഭയങ്കര ബുദ്ധിമുട്ടിയൊക്കെ അദ്ദേഹത്തിന് അവിടെ എത്തിച്ച RSSകാരും മറ്റ് ഇതിൻ്റെ ഏജന്റുമാരൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് കൂടി പറയണം. അദ്ദേഹം ലഡാക്കിലായിരുന്നു എന്നാണ് പറഞ്ഞത്. ലഡാക്കിൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സന്ദർശന സമയത്താണ് അദ്ദേഹം ഈ പ്രധാനമന്ത്രി അദ്ദേഹത്തെ വിളിച്ച് പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പ്രധാനമന്ത്രിക്ക് യഥാർത്ഥത്തിൽ തൃശ്ശൂരുമായിട്ടൊരു ബന്ധമില്ല. തൃശ്ശൂരിൽ കുറച്ച് തവണ വന്ന് പ്രസംഗിച്ചതല്ലാതെ തൃശ്ശൂരിൽ വേറെ ബന്ധങ്ങളില്ല. പക്ഷേ പ്രധാനമന്ത്രി നിർബന്ധിച്ചു എന്ന് പറയുമ്പോൾ അതിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട്. അതായത് പ്രധാനമന്ത്രി എന്നെ ഡെപ്യൂട്ടി ചെയ്തു എന്നുള്ള രീതിയിലാണ് ഈ സ്ഥലത്തേക്ക് ഡെപ്യൂട്ടി ചെയ്തിട്ടാണ് ഞാൻ വന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഞാൻ അവിടുത്തെ ജനപ്രതിനിധിയാണെന്നും അത് വരേണ്ടതാണെന്നും അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്നുള്ള ഒരു ബോധ്യമില്ലായ്മ ഉണ്ടാവുകയും സുരേഷ് ഗോപി എന്ന ഒരു വലിയ ബിംബം അവിടെ വരേണ്ടത് വളരെ അനിവാര്യമാണ് എന്നുള്ളതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അല്ല, 2 ബിംബങ്ങളെയാണല്ലോ ഇപ്പൊ അവിടെ ആക്കാൻ ദിവസം മോദി പറഞ്ഞു എന്ന് പറയുമ്പോൾ മോദിക്ക് ഇതിൽ വലിയ അറ്റൻഷൻ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടൈമും ഞാൻ ഇവിടെ മത്സരിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട അപകടവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നും നരേന്ദ്രമോദി എന്നെ ഡെപ്യൂട്ട് ചെയ്തു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ അബദ്ധം എഴുന്നള്ളിച്ചത്. പക്ഷെ അത് അദ്ദേഹത്തിന് തന്നെ ഭാര്യയായി മാറി എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും അത്ര ധാരണയുള്ള ഒരാളല്ല. പ്രത്യേകിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനല്ല. അതുപോലെ തന്നെ ഒരു പൊതുപ്രവർത്തകൻ കാണിക്കേണ്ട ചില മര്യാദകൾ എന്താണെന്ന് ഒരിക്കൽ പോലും അറിയാത്ത ഒരു വ്യക്തിയാണ്.
നമ്മളിത് പറയുന്ന സമയത്ത് ഇതിൻ്റെ താഴെ ഈ കമൻറ്റിൻ്റെ താഴെ കുറേ ആൾക്കാർ വന്ന് വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കും, അതൊക്കെ നമുക്കറിയാം, ആരാധകരൊക്കെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. പക്ഷേ എങ്കിൽ പോലും സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ കേരളത്തിന് വലിയ നാണക്കേടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം നന്നായിട്ട് നല്ല ആക്ഷൻ സിനിമകളൊക്കെ ചെയ്യും, നല്ല സ്ക്രിപ്റ്റിൽ നല്ല സംവിധായകൻ്റെ കീഴിൽ നല്ല ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് കയ്യടിയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയക്കാരൻ്റെ ഒരു മര്യാദയും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് ഒരിക്കലും മന്ത്രിയൊന്നും ആയിട്ട് ശോഭിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ഇതുവരെ എന്തെങ്കിലും ഈ 2 വർഷക്കാലമായിട്ട് എന്തെങ്കിലും മന്ത്രി എന്നുള്ള രീതിയിലൊന്നും ചെയ്യാനും പറ്റിയിട്ടില്ല. അദ്ദേഹം ഇടക്കിടക്ക് എയിംസ് എന്ന് പറയും, ടൂറിസം സർക്യൂട്ട് എന്ന് പറയും, ക്ഷേത്രങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അങ്ങനെ ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയും. പക്ഷേ ഒരു മാറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ എന്തെങ്കിലും ഉൾപ്പെടുത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതൊന്നും വളരെ സീരിയസ് ആയി ഇനി ആരും എടുക്കേണ്ടതില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ സീരിയസ് ആയി എടുക്കേണ്ട എന്നുള്ളത് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുകയാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തോട് വലിയ രീതിയിലുള്ള പ്രതിഷേധം തൃശ്ശൂരിൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹം ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പറന്നെത്തുകയും അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകേണ്ടിരുന്ന ആൾ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിവിടെ വന്നതാണ്, അല്ലെ ഞാനിവിടെ വരില്ലായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം ആളുകൾക്കിടയിൽ വലിയ ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം തൃശ്ശൂരിൽ ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാർലമെന്റ് ഇലക്ഷനിൽ ഒരു ബൈ ഇലക്ഷൻ വന്നിട്ട് സുരേഷ് ഗോപി തന്നെ അവിടെ മത്സരിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി 8 നിലയിൽ പൊട്ടും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. സുരേഷ് ഗോപിയെയും താങ്ങി നടന്നിരുന്ന എല്ലാ ആളുകളും രഹസ്യമായും പരസ്യമായും ഇത്തരത്തിലുള്ള പല പ്രതികരണങ്ങളും അദ്ദേഹത്തിനെതിരെ നടത്തുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അതുകൊണ്ട് സുരേഷ് ഗോപിയോട് ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് ഇത്തരം മണ്ടത്തരങ്ങൾ തുടർന്നും എഴുന്നള്ളിച്ച് ശരിക്കും പറഞ്ഞാൽ BJP വെട്ടിലാക്കരുത് എന്നുള്ളതാണ്. കാരണം BJP വെട്ടിലായിരിക്കുകയാണ് അദ്ദേഹത്തെ കൊണ്ട്. കാരണം അദ്ദേഹത്തെ എന്താണ് പറയുക, എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നൊന്നും അറിയില്ല. വലിയ ശരീരവും വളരെ ചെറിയ മനസ്സിൻ്റെ ഉടമയാണ് അത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എന്തും പറയും, എന്തും ചെയ്യും എന്നുള്ളതാണ്. കാരണം ഇതൊന്നും സ്ക്രിപ്റ്റ് റൈറ്റർ ഇല്ലാത്തതുകൊണ്ട്, സ്ക്രിപ്റ്റ് ഇല്ലാത്തതുകൊണ്ടും ഡയലോഗ് ഇല്ലാത്തത് കൊണ്ടും അദ്ദേഹം തന്നെ സ്ക്രിപ്റ്റും ഡയലോഗും ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന തെറ്റാണിത് എന്നുള്ള. ഒരു അഭിനേതാവ് എപ്പോഴും നല്ല അഭിനേതാവായി മാറുന്നത് നല്ല ഡയറക്ടറുടെ കീഴിൽ, നല്ല ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ കീഴിൽ, നല്ല ഡയലോഗ് റൈറ്ററുടെ കീഴിൽ പറയുമ്പോഴും ചെയ്യുമ്പോഴാണ് നല്ല അഭിനേതായി മാറുന്നത്. ഇദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സാങ്കേതിക പ്രവർത്തകരാരും കൂടെ ഇല്ലാതെ സ്വന്തം തന്നെ കൃതി ഉണ്ടാക്കി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് BJP നേതൃത്വം വളരെ സീരിയസ് ആയിട്ട് ഇനിയെങ്കിലും സുരേഷ് ഗോപിക്ക് ഒരു കടിഞ്ഞാണിടുകയും എന്നിട്ട് അദ്ദേഹത്തിനോട് എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല, എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നുകൂടി പറയാനുള്ള ഒരു വഴിയുണ്ടാക്കണം. ഇനി അഥവാ മറ്റാരും പറഞ്ഞ് കേൾക്കുന്നില്ലെങ്കിൽ അത് സാക്ഷാൽ മോദിയെ കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒന്ന് ഉപദേശിപ്പിക്കണം എന്നാണ് ഇതിൽ പറയാനുള്ളത്. പൂരം കലക്കലുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുക, അന്നത് എങ്ങനെയാണ് തിരിഞ്ഞു പറഞ്ഞു വന്നതെന്ന് നമുക്കറിയാം. ആ ഒരു വിഷയം അവിടെയും പ്രധാന പേരായിട്ടുണ്ടായിരുന്ന സുരേഷ് ഗോപി തന്നെ. ഇപ്പം ഈ ഒരു കാര്യം പിന്നീട് എപ്പോഴേലും ഒരു രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കാൻ തീർച്ചയായും അതിനുവേണ്ടി മാത്രമാണ് അദ്ദേഹം ഈ മോദി ഇതിൽ എന്നെ വിളിച്ചു പറഞ്ഞു, പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു എന്നുള്ള ആ ഒറ്റ ഡയലോഗ് തന്നെ ഇനി അടുത്ത ഈ തെരഞ്ഞെടുപ്പ്, ഇനിയിപ്പോൾ ഈ 3 കൊല്ലം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പുള്ളൂ, ഈ 3 കൊല്ലം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് സമയത്ത് അതൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലിലാണ് സുരേഷ് ഗോപി ഈ എഴുന്നള്ളിപ്പ് നടത്തിയത് എന്നുള്ളത് നമ്മളിൽ കാണുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിന് ഈ അടുത്ത കാലത്തൊക്കെ പല സ്ഥലങ്ങളിലും നടത്തിയ പല കോമാളി വേഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, പലതരത്തിലുള്ള ഷോകൾ നമ്മൾ കണ്ടതാണ്, പലതരത്തിലുള്ള ഡയലോഗ് പ്രസൻറ്റേഷൻസ് കണ്ടതാണ്. നമുക്ക് കരിങ്കൽ പിന്നെ ഭിത്തികളിൽ വന്നിരുന്ന് ചർച്ചകൾ നടത്തുകയൊക്കെ ഭയങ്കരമായ അപഹാസ്യമായ രീതിയിലാണ് ആ ചർച്ചകളൊക്കെ അവസാനിച്ചത്. അതിനുശേഷം അദ്ദേഹം ആളുകളോട് പെരുമാറുന്നതൊക്കെ വളരെ വിചിത്രമായിട്ടാണ്. ഒന്നുകിൽ അദ്ദേഹത്തിന് അന്ധത ബാധിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ പ്രകടിപ്പിക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ കാണാൻ വേണ്ടിയിട്ട്. അല്ല, താനൊരു രാഷ്ട്രീയക്കാരനല്ല, എന്നെ സിനിമയിലേക്ക് മടക്കി വിടൂ എന്നെല്ലാം പല രീതിയിൽ പറയാതെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അല്ല, അതങ്ങനെയല്ല. അദ്ദേഹം കരുതിയിരുന്നത് ഒരു ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രിയായി മാറും എന്നായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനമാണെന്ന് കണ്ടപ്പോൾ ഉണ്ടായ പ്രതികരണമായിരുന്നു, ഞാൻ സിനിമയിൽ അഭിനയിക്കാനാണ് താല്പര്യപ്പെടുന്നതെന്നും അത് മന്ത്രി ഒന്നും പതൊന്നും അല്ല എന്നെ ഏറ്റവും കൂടെ സന്തോഷിപ്പിക്കുന്നത് എന്നൊക്കെയായിരുന്നു. ആരെങ്കിലും നിർബന്ധിച്ചതല്ലല്ലോ. അദ്ദേഹം ഇതിനെ ഇറങ്ങി പുറപ്പെട്ടതൊക്കെ പലതവണ BJPയുടെ ദേശീയ നേതാക്കന്മാരെ പോയി കണ്ട് അവരുടെ കാലയെ പിടിച്ച് ഒക്കെയാണല്ലോ അദ്ദേഹം ഈ രാഷ്ട്രീയ പാർട്ടിയിൽ എത്തിയതും. അദ്ദേഹം ആദ്യ തവണ രാജ്യസഭാ അംഗമായത്. രാജ്യസഭാ അംഗമായതിനു ശേഷമാണ് അദ്ദേഹം തൃശ്ശൂരിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് തോൽക്കുന്നു. പക്ഷേ അന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് തൃശ്ശൂർ വേണം, ഞാൻ തൃശ്ശൂർ എടുക്കും എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഇത് പ്രഖ്യാപിക്കുകയും തൃശ്ശൂർ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്തു. പലതരത്തിൽ തൃശ്ശൂരിൽ നമുക്കറിയാം, മാധവന് കിരീടം സമർപ്പിച്ച അടക്കമുള്ള സംഭവങ്ങൾ നമുക്കറിയാം.
ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ വലിയ ബാഹ്യ ഇടപെടലുകൾ നമുക്കറിയാം. പലതരത്തിൽ പല ആളുകളെയും പിന്നെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുകയും പല രീതിയിൽ ഇടപെടുകയൊക്കെ ചെയ്താണ് അദ്ദേഹം അവിടുന്ന് വിജയിച്ചത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അല്ലാതെ BJP പെട്ടെന്ന് തൃശ്ശൂരിൽ വളർന്നത് കൊണ്ടല്ല സുരേഷ് ഗോപി വിജയിച്ചത് എന്ന് നമുക്കറിയാം. അവിടെ പലതരത്തിലുള്ള അഭ്യാസങ്ങൾ നടത്തിയാണ് അദ്ദേഹം ജയിച്ചു വന്നത്. പക്ഷേ BJP ഇപ്പോൾ ഖേദിക്കുന്നുണ്ടാവും. ശരിക്കും ഈ സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു മഹാമണ്ഡനെയാണല്ലോ നമ്മൾ ഇവിടുന്ന് വിജയിപ്പിച്ച് കയറ്റി വിട്ടത് എന്നുള്ളത്.